ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കുറച്ച് വർഷങ്ങളായി ചാനൽ തുടങ്ങിയവരാണോ? ഇനി അതുമല്ല, ചാനൽ ക്രിയേറ്റ് ചെയ്തു, പക്ഷേ ഈ ഇടെയാണ് നിങ്ങളുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ നിങ്ങളുടെ ചാനലിൽ കിട്ടിക്കൊണ്ടിരുന്ന വ്യൂസ് കുറയുന്നു. ചാനൽ പഴയതായതുകൊണ്ടാണോ? ഇനി പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്യണമോ? അങ്ങനെയുള്ള ഒത്തിരി ഡൗട്ടാണ് നമ്മുടെ ക്രിയേറ്റേഴ്സിനുള്ളത്. ഇനി അതുമല്ല, ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 1-2 വർഷമായി. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. ഇടയ്ക്ക് വെച്ചിട്ട് ബ്രേക്ക് വന്നു. അപ്പോൾ എൻ്റെ ചാനലിൽ ഏകദേശം 500ഓളം സബ്സ്ക്രൈബേഴ്സും 1000ഓളം വാച്ച് അവറും ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ ചാനലിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ പഴയതുപോലെ എനിക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒന്നും കൂടുന്നില്ല. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ കഴിയുമോ? ഇല്ലെങ്കിൽ 10 മില്യൺ വ്യൂസ് വിത്തിൻ 3 മന്ത് കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ ചാനൽ മോണിറ്റൈസ് ചെയ്തെടുക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള ഒരുപാട് ഡൗട്ട്സ് ആണ് നമ്മുടെ ക്രിയേറ്റേഴ്സിനുള്ളത്. അതുപോലെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ച മറ്റൊരു ഡൗട്ട് എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഡിലീറ്റ് ചെയ്താൽ എൻ്റെ ചാനലിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നാണ്. അപ്പോൾ ഇതിനെയൊക്കെ പറ്റിയുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങളെ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും നിങ്ങളുടെ സജഷൻസും ഡൗട്ട്സും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അതുപോലെ എൻ്റെ പേര് ശ്രീനിത്യ. പുതിയ ക്രിയേറ്റേഴ്സിന് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്ത ആൾക്കാർ ആ വീഡിയോസൊക്കെ കയറി കണ്ട് നിങ്ങളുടെ ചാനലിലും ആ മാറ്റങ്ങളൊക്കെ വരുത്തി വീഡിയോ റീച്ചാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ചാനൽ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി. അതുപോലെ നിങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു. എന്നിട്ടും നിങ്ങളുടെ ചാനലിൽ യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ട് പറയാം, നിങ്ങളുടെ ചാനലിൽ ഏത് കാറ്റഗറിയിൽപ്പെട്ട വീഡിയോസാണോ അപ്ലോഡ് ചെയ്യുന്നത്, ആ കാറ്റഗറിയിൽപ്പെട്ട ലോങ് വീഡിയോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ, ഏറ്റവും കൂടുതൽ വ്യൂസ് ലഭിച്ച ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ ലോങ് വീഡിയോ, അത് നിങ്ങൾ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ റീക്രിയേറ്റ് ചെയ്തതിന് ശേഷവും നിങ്ങളുടെ ചാനലിൽ വ്യൂസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ കാറ്റഗറി ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ നിങ്ങൾ കാറ്റഗറി ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആ കാറ്റഗറിയിൽ നിന്ന് സ്ഥിരമായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കഴിയണം. അതും അല്ല, വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നിലവിലെ ട്രെൻഡിങ് കൂടി ഉൾപ്പെടുത്തി വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ 2023 നിങ്ങൾ ചാനൽ തുടങ്ങിയ സമയത്തുള്ള ട്രെൻഡ് അല്ല ഇപ്പോൾ. വീഡിയോസിൻ്റെ ക്വാളിറ്റി, അതായത് ഷൂട്ടിങ് എഡിറ്റിങ്ങും കൂടെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോസ് വൈറൽ ആവുകയുള്ളൂ. ഇനി നിങ്ങൾ ചാനൽ തുടങ്ങി കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. കുറച്ച് നാൾ നിങ്ങൾക്ക് ചാനലിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, അതായത് നിങ്ങളൊരു ബ്രേക്ക് എടുത്തു. അപ്പോൾ ഇനി നിങ്ങളുടെ ചാനലിൽ വർക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, എൻ്റെ ചാനൽ റീച്ചാക്കി എടുക്കാൻ കഴിയുമോ എന്നുള്ളതിനെ പറ്റി പറയാം. അപ്പോൾ നിങ്ങളുടെ ചാനലിൽ 3 മാസത്തിൽ കൂടുതൽ ഒരു ആക്ടിവിറ്റീസും നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കാറ്റഗറിക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തി നിങ്ങളുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോസ് വൈറലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇതിൽ പ്രധാനമായിട്ടും എന്നോട് പലരും ചോദിക്കുന്നത്, ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത്, അതായത് പുതിയൊരു കാറ്റഗറിയിൽ പെട്ട വീഡിയോസ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടിയ സബ്സ്ക്രൈബേഴ്സൊക്കെ നഷ്ടമാകുമോ? പുതിയ കാറ്റഗറിയിൽ പെട്ട വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ എനിക്ക് എൻ്റെ ചാനൽ മോണിറ്റൈസ് ചെയ്ത് എടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്രിയേറ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങളുടെ ചാനലിൽ 1-2 വർഷത്തിൽ കൂടുതലായിട്ട് ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് എന്നിട്ട് നിങ്ങൾ അതിൽ വേറെ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തില്ല, ചാനൽ ഡെഡ് ആയി കിടക്കുന്നുവെങ്കിൽ, നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് പുതിയ കാറ്റഗറിയിൽപ്പെട്ട വീഡിയോസ് അപ്ലോഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ, നിങ്ങൾ ആ ഒരു ചാനലിൽ തന്നെ, അതായത് പഴയ ചാനലിൽ തന്നെ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിനേക്കാളും നല്ലത് പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൽ നിങ്ങൾ ഏത് കാറ്റഗറിയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കാറ്റഗറിയിൽപ്പെട്ട വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം യൂട്യൂബ് എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത് പുതിയ ചാനൽസിനെയാണ്. നിങ്ങളുടെ കാറ്റഗറിയും വീഡിയോ ക്വാളിറ്റിയും എഡിറ്റിങ്ങും ഒക്കെ ഒരു പരിധി വരെ നിങ്ങൾക്ക് നന്നാക്കാനായിട്ട് ശ്രമിച്ചാൽ ഉറപ്പായിട്ടും യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷനിലൂടെ നിങ്ങളുടെ ചാനൽ അല്ലെങ്കിൽ വീഡിയോ വൈറലായിട്ട് നിങ്ങളുടെ ചാനൽ റീച്ചാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ഒരാൾ ചോദിച്ച ഡൗട്ടാണ്, അവരവരുടെ ചാനലിൽ കോമഡി വീഡിയോസാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് സ്ഥിരമായിട്ട് കോമഡി വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള കണ്ടൻറ്റുകൾ ലഭിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സ്ഥിതിക്ക് എനിക്ക് കുക്കിങ്ങും ട്രാവലിങ്ങും ടിപ്സും ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ്.
അപ്പോൾ അങ്ങനെയുള്ള ക്രിയേറ്റേഴ്സ് ഒത്തിരി പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ട് കോമഡി വീഡിയോസാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒത്തിരി വ്യൂവേഴ്സും ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ചാനലിൽ ഒരു കുക്കിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് യൂട്യൂബ് ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ റെക്കമെൻഡേഷൻ അയക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനാണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇത്രയും നാളും കോമഡി വീഡിയോ കണ്ടുകൊണ്ടിരുന്ന സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് നിങ്ങളൊരു കുക്കിംഗ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ അവരത് കാണാൻ താല്പര്യപ്പെടില്ല. അവർ സ്കിപ്പ് ചെയ്ത് പോവുമായിരിക്കും പതിവ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന വ്യൂസും ചാനലിൻ്റെ റീച്ചും ഒക്കെ കുറയാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. യൂട്യൂബിൽ നിങ്ങൾക്ക് റീച്ച് ആകണം, യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഏണിങ്സ് ഉണ്ടാക്കണം എന്ന താല്പര്യത്തോടെ കടന്നു വരുന്നവരാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യം നമ്മുടെ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഒരു കാറ്റഗറി കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ നിങ്ങൾ പല കാറ്റഗറിയിൽപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും യൂട്യൂബിൽ റീച്ച് ആകാനായിട്ട് സാധിക്കില്ല. യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ പോളിസിക്ക് എതിരാണ് നിങ്ങൾ ഈ പല കാറ്റഗറിയിൽപ്പെട്ട വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യവും കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. പല ക്രിയേറ്റേഴ്സും ചെയ്യുന്ന ഒരു തെറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു, നല്ല വ്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നിങ്ങൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന വ്യൂസ് കിട്ടിയില്ല, വ്യൂസ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആ വീഡിയോ ഡിലീറ്റ് ചെയ്യും. അതുപോലെ മറ്റു കുറച്ച് ക്രിയേറ്റേഴ്സ് ചെയ്യുന്ന തെറ്റ് എന്ന് പറയുന്നത് അവരവരുടെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, ആ വീഡിയോയ്ക്ക് പെട്ടെന്ന് കോപ്പിറൈറ്റ് ക്ലെയിം ലഭിച്ചു, പെട്ടെന്ന് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കി. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഈ ഒരു തെറ്റ് ആവർത്തിക്കരുത്. നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ റെയറായി മാത്രമേ നിങ്ങൾ വീഡിയോ ഡിലീറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. കാരണം നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഡിലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വ്യൂസ് പോലും പിന്നെ കിട്ടാതാവും, ചാനലിൻ്റെ റീച്ച് നഷ്ടമാകും. പുതിയ ചാനൽ തുടങ്ങുന്നതിനെ പറ്റിയും കാറ്റഗറി സെലക്ഷനെ പറ്റിയും അതുപോലെ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റായിട്ട് അറിയിക്കുക. മാക്സിമം എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കും. ഇതുപോലെ നിങ്ങളുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയവർക്ക് മോണിറ്റൈസേഷൻ മുതൽ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് എത്തുന്നത് വരെയുള്ള എല്ലാ പ്രോസസ്സും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇനി ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും എറർ വരിക, പിന്നെ US-ൻ്റെ ടാക്സ് ഫോം ഫില്ല് ചെയ്യാൻ കഴിയാതെ വരിക, റീയൂസ്ഡ് കണ്ടന്റ് ഉണ്ട്, അതിൽ അപ്പീൽ നമുക്ക് റെഡിയാക്കേണ്ടതായിട്ടുണ്ട്, അങ്ങനെയുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ നമ്മുടെ വാട്സപ്പുമായിട്ട് കോൺടാക്ട് ചെയ്യുക. മാക്സിമം എല്ലാവർക്കും അറിയാമായിരിക്കും, മാക്സിമം നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.